നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. സ്വച്ഛ് സർവേക്ഷൺ ദേശീയ ശുചിത്വ സർവേയിൽ ഷൊർണൂരിന് വൻ കുതിപ്പ്. 2024 3267 സ്ഥാനത്തായിരുന്ന ഷൊർണൂർ ഇത്തവണ 108 റാങ്കിൽ. രാജ്യത്തെ നഗരങ്ങളുടെ ശുചിത്വ നിലവാരം നിശ്ചയിക്കുന്ന സർവേയിൽ ഷൊർണൂർ കേരളത്തിലെ രണ്ടാമത്തെ വൃത്തിയുള്ള നഗരം. കൂട്ടായ പ്രവർത്തനത്തിലൂടെ കൈവരിക്കാനായ മുന്നേറ്റം അഭിമാനകരമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടറുടെ സ്ഥലം മാറ്റത്തിൽ വിശദീകരണവുമായി ആശുപത്രി അധികൃതർ. ഡോക്ടർ അഷ്റഫ് ഉസ്മാനെതിരായ നടപടി പരാതിയുടെ അടിസ്ഥാനത്തിൽ. ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ലെന്ന് അറിയിച്ച് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്റർ പൂട്ടിയിട്ടെന്ന് സൂപ്രണ്ട് ഡോക്ടർ രാധിക. നീതിപീഠം പോലും സംശയത്തിന്റെ നിഴലിലാകുന്ന ഇക്കാലത്ത് മാധ്യമപ്രവർത്തകർക്ക് നിർണായകമായ പങ്ക് വഹിക്കാനുണ്ടെന്ന് VK ശ്രീകണ്ഠൻ MP. സീനിയർ ജേർണലിസ്റ്റ് ഫോറം ദേശീയ സമ്മേളനത്തിന്റെ വിളംബര പരിപാടി പാലക്കാട്ട്. ദേശീയ സമ്മേളനം തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. നഗരപ്രദേശങ്ങളുടെ ശുചിത്വം സംബന്ധിച്ച ദേശീയ സർവേയിൽ ഷൊർണൂർ നഗരസഭയ്ക്ക് അഭിമാന നേട്ടം. സ്വച്ഛ് സർവേക്ഷൺ 2024 സർവേ പ്രകാരം രാജ്യത്തെ 108ാമത്തെ ശുചിത്വ നഗരമാണ് ഷൊർണൂർ. സംസ്ഥാനത്തെ രണ്ടാമത്തെ വൃത്തിയുള്ള നഗരമായും ഷൊർണൂർ അംഗീകരിക്കപ്പെട്ടതായി നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്വച്ഛ് സർവേക്ഷൺ ശുചിത്വ സർവേ റാങ്കിങ്ങിൽ നേട്ടം കൈവരിക്കാനായത് വലിയ അംഗീകാരമാണെന്ന് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര പാർപ്പിട നഗരകാര്യ മന്ത്രാലയത്തിന് കീഴിൽ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി നഗരങ്ങളുടെ ശുചിത്വ നിലവാരം അളക്കുന്നതിന് നടത്തുന്ന ശുചിത്വ സർവേയാണ് സ്വച്ഛ് സർവേക്ഷൺ. ഈ സർവേയിലാണ് നഗരസഭ മുന്നേറ്റം നടത്തിയത്. ദേശീയ തലത്തിൽ 108 റാങ്കും സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനവുമാണ് നഗരസഭ നേടിയത്. സ്വച്ഛ് സർവേക്ഷൺ 2023 ദേശീയ തലത്തിൽ 3267 റാങ്കും സംസ്ഥാന തലത്തിൽ 60ാം സ്ഥാനവുമാണ് നഗരസഭയ്ക്ക് ലഭിച്ചിരുന്നത്. കേരളത്തിൽ ആദ്യമായി മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ച ഷൊർണൂർ നഗരസഭയ്ക്ക് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി GFC 3 സ്റ്റാർ ലഭിച്ച ആകെ 3 മുനിസിപ്പാലിറ്റികളിൽ ഇടം പിടിക്കാൻ സാധിച്ചു. സംസ്ഥാനത്ത് GFC സ്റ്റാർ റേറ്റിംഗ് 3 സ്റ്റാർ ലഭിച്ച 3 മുനിസിപ്പാലിറ്റികൾ ഷൊർണൂർ, പട്ടാമ്പി, ആലപ്പുഴ എന്നിവയാണ്. കഴിഞ്ഞ വർഷം നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങളാണ് റാങ്കിങ്ങിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കാൻ സഹായകരമായത്. സ്മോൾ സിറ്റി കാറ്റഗറി 50,000 പോപ്പുലേഷനുള്ള കാറ്റഗറിയിലാണെങ്കിൽ നമ്മൾ കേരളത്തിൽ 1ാം സ്ഥാനത്താണ്. ഇതിന് കൂടാത്തതിന് നമ്മൾ സ്റ്റേറ്റിൽ നമുക്ക് പൊതുവിൽ നോക്കിയാൽ 4ാം റാങ്കും ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആകെയുള്ള നഗരങ്ങൾ നോക്കുമ്പോൾ നമ്മൾ 108, അതാണ് നമ്മുടെ റാങ്കിങ്. അതിനകത്ത് നമ്മൾ 2023 നമുക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ വേണ്ടത്ര കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിലും പിന്നീട് നമ്മളിതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ നഗരസഭയിൽ നടത്തിയിട്ടുള്ള കുറേ ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് വൻ മുന്നേറ്റമാണ് നമ്മുടെ നഗരസഭ നടത്തിയത്. സംസ്ഥാനത്തെ മറ്റു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിൽ നിർമ്മിച്ച മോഡൽ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ്, ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിലുള്ള 100% വാതിൽപ്പടി സേവനങ്ങൾ, വൃത്തിയുള്ള ജലാശയങ്ങളും പൊതു ഇടങ്ങളും, നഗരത്തിൻ്റെ വിവിധയിടങ്ങളിലെ ശുചിത്വ മാലിന്യ സംസ്കരണ സന്ദേശങ്ങളടങ്ങിയ ചുമർചിത്രങ്ങൾ, വിവിധങ്ങളായ നഗര സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ, സ്പെഷ്യൽ വേസ്റ്റ് ഇനത്തിൽപ്പെട്ട സാനിറ്ററി വേസ്റ്റിൻ്റെ ശേഖരണം, കെട്ടിട നിർമ്മാണ അവശിഷ്ട മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനുള്ള കളക്ഷൻ പോയിന്റ്, പൊതുയിടങ്ങളിലെയും ജലാശയങ്ങളുടെ സമീപത്തും സ്ഥാപിച്ചിട്ടുള്ള ബിന്നുകൾ, സ്വച്ഛ ഭാരത് മിഷൻ, മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനുകളുടെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ പരിപാടികൾ, സീറോ വേസ്റ്റ് ഗ്രീൻ പ്രോട്ടോകോൾ പ്രവർത്തനങ്ങൾ, പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സ്ഥാപിച്ച RR സെൻ്ററുകൾ, ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രീ അസസ്മെൻറ്റ് സർവേ, പരിഹാരമാർഗങ്ങൾ തുടങ്ങിയ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾ ശുചിത്വ റാങ്കിങ്ങിൽ നഗരസഭയെ മുന്നിലെത്തിക്കുന്നതിന് സഹായകരമായി. 2024 വർഷത്തിൽ നിയമലംഘകർക്കെതിരെ 10.75 ലക്ഷം രൂപയാണ് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് പിഴയിനത്തിൽ ഈടാക്കിയത്. കേന്ദ്ര ഏജൻസികൾ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നേരിട്ട് നടത്തിയ പരിശോധനയാണ് നഗരസഭയെ അവാർഡിനർഹമാക്കിയത്. ഇതിനുവേണ്ടി പ്രയത്നം നടത്തിയ എല്ലാ ജീവനക്കാരെയും അഭിനന്ദിക്കുന്നതായി നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. സാനിറ്ററി വേസ്റ്റിൻ്റെ ശേഖരണത്തിന് നമ്മൾ ആക്രി ആപ്പുമായി അവരുമായി ടൈപ്പായി
അവർക്കത് നൽകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ഇതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങൾ അത് നമ്മൾ കളക്ട് ചെയ്ത് അതിനൊരു കേന്ദ്രത്തിൽ നിക്ഷേപിച്ച് അത് ലേലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചു. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളാണ് നമുക്ക് ഈ ഇനത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചതിൻ്റെ കൂടി അംഗീകാരമാണ് നമുക്ക് ഈ 3 സ്റ്റാർ റേറ്റിംഗ് നമുക്ക് 2024 സ്വച്ഛ് സർവേഷൻ 2024 നമുക്ക് ലഭ്യമായി. അപ്പം അത് നമ്മുടെ നഗരസഭയിലെ ജനപ്രതിനിധികൾ, കൗൺസിലർമാർ, അതോടൊപ്പം തന്നെ നഗരസഭ സെക്രട്ടറി രാജേഷ്, CCM നമ്മളെ മുൻപുണ്ടായിരുന്ന കുഞ്ഞിരാമൻ, പ്രകാശൻ, അതുപോലെ അശോകൻ, ഇപ്പോഴുള്ള ശിവൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുടെ എഫർട്ട് അതിനകത്ത് കുറച്ച് കാലങ്ങളായിട്ട് നമ്മളെടുത്തതിൻ്റെ കൂടി ഭാഗമാണ് ഈ നമുക്ക് ഈ നേട്ടം കൈവരിക്കാനായിട്ടുള്ളത്. വൈസ് ചെയർപേഴ്സൺ പി സിന്ധു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ SG മുകുന്ദൻ, KM ലക്ഷ്മണൻ, കൗൺസിലർ C പ്രസാദ്, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, ശിവൻ, വിനോദ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടറുടെ സ്ഥലമാറ്റത്തിൽ വിശദീകരണവുമായി ആശുപത്രി അധികൃതർ. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ അഷ്റഫ് ഉസ്മാനെതിരായ നടപടിയെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാധിക പറഞ്ഞു. ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ലെന്നറിയിച്ച് ഡോക്ടർ അഷ്റഫ് തിയേറ്റർ പൂട്ടിയിട്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാധിക പറഞ്ഞു. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അഷ്റഫ് ഉസ്മാനെതിരായ നടപടി. ശസ്ത്രക്രിയ നടത്തിയ 2 രോഗികൾ മരണപ്പെട്ട സംഭവത്തിൽ വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലമാറ്റമെന്നും സൂപ്രണ്ട് വിശദീകരിച്ചു. അതേപോലെ പെർഫ്യൂഷനിസ്റ്റും വന്ന് ഒരു വിദഗ്ധ സമിതി DMEയുടെ കീഴിൽ നിന്ന് അയച്ച് അവർ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ DME രീതിയിലുള്ള ഒരു നടപടി എടുത്തിട്ടുണ്ടാവുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ശസ്ത്രക്രിയ പുനരാരംഭിക്കണമെങ്കിൽ സാധിക്കില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നിട്ടാണ് ഈ രീതിയിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. ആ നടപടി എനിക്കെതിരെയാണ് ഇദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നീതിപീഠം പോലും സംശയത്തിന്റെ നിഴലിലാകുന്ന ഇക്കാലത്ത് മാധ്യമപ്രവർത്തകർക്ക് നിർണായകമായ പങ്ക് വഹിക്കാനുണ്ടെന്ന് VK ശ്രീകണ്ഠൻ MP. സീനിയർ ജേർണലിസ്റ്റ് ഫോറം തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ദേശീയ സമ്മേളനത്തിന്റെ വിളംബര പരിപാടി പാലക്കാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. ഓഗസ്റ്റ് 19 മുതൽ 21 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ പ്രഥമ ദേശീയ സമ്മേളനത്തിൽ ഒരുപാട് ആശയങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയട്ടെ എന്നും MP പറഞ്ഞു. ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഇതിന് കാരണം ഇന്ത്യ പോലെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യം ഈ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ പത്രപ്രവർത്തനം, പരിചയ സമ്പന്നത, ഭൂമുഖത്തെക്കുറിച്ച്, നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതി, ഭരണഘടനാ സംവിധാനങ്ങൾ, ഇതിനെല്ലാം വിശകലനം ചെയ്യാൻ ഏറ്റവും ജനോപകാരപ്രദമായ കാര്യങ്ങൾ ഭരണാധികാരികളുടെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ചവരുടെ ഒരു പാരമ്പര്യം, അവരുടെ ഒരു കഴിവ്, എക്സ്പീരിയൻസ്, പരിചയ സമ്പന്നത, ഇതെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ട ഒരു കാലമാണ് ഇപ്പോൾ. കാരണം പലപ്പോഴും പല സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്നവർ താൽക്കാലിക ജോലിക്കാരെക്കാളും കഷ്ടമാണ് പലരുടെയും കാര്യം. ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിൽ ഒരു വലിയ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന സമയം, പത്രമാധ്യമങ്ങളിൽ ഒരു കാലത്ത് നല്ല മത്സരം, ഇപ്പം ആ മത്സരം കുറച്ച് കുറഞ്ഞു എന്നാണ് എൻ്റെ പക്ഷം, എനിക്കറിയില്ല. ദൃശ്യമാധ്യമങ്ങളിലാണ് മറ്റൊരു മത്സരം, റേറ്റിംഗ് കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ള മത്സരമാണ്. ICP നമ്പൂതിരി പ്രസാധകനും EMS പത്രാധിപരുമായി 1935 ജനുവരി 9 ഷൊർണൂരിൽ നിന്ന് പുറത്തിറങ്ങുകയും ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നടപടികളെ തുടർന്ന് മുടങ്ങിപ്പോവുകയും ചെയ്ത പ്രഭാതം ദിനപത്രം ആലേഖനം ചെയ്ത ഫലകം ശ്രീകണ്ഠൻ അനാച്ഛാദനം ചെയ്തു. ഫോറം പ്രസിഡന്റ് TV ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ട്രഷറർ മധുസൂദനൻ കർത്ത, ഫോറം സംസ്ഥാന സെക്രട്ടറി CK ഹസൻ കോയ, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് നോബിൾ ജോസ്, സെക്രട്ടറി ശ്രീനേഷ്, ഫോറം സംസ്ഥാന കമ്മിറ്റി അംഗം പട്ടത്താനം ശ്രീകണ്ഠൻ, ജില്ലാ സെക്രട്ടറി PP നാരായണൻകുട്ടി, R മണിശങ്കർ എന്നിവർ സംസാരിച്ചു.
ദേശീയ സമ്മേളനത്തിന്റെ നടത്തിപ്പിനായി ഫോറം ജില്ലാ കമ്മിറ്റി സമാഹരിച്ച ഫണ്ട് സമ്മേളനത്തിൽ വെച്ച് സംസ്ഥാന സെക്രട്ടറിക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളം കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് UDF പാലക്കാട് ജില്ലാ കൺവീനർ പി ബാലഗോപാൽ. പാലക്കാട് DCC സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി പത്മരാജൻ അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് രാഷ്ട്രീയ മുതലെടുപ്പിന് പ്രതിപക്ഷ സമരങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളത്തിന്റെ വികസനം അത്ഭുതപ്പെടുത്തുന്നതും അമ്പരപ്പിക്കുന്നതുമായിരുന്നേനെ എന്നും ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. വികസനമാണെങ്കിലും സാമൂഹ്യ വികസനമാണെങ്കിലും എല്ലാ സമസ്ത മേഖലയിലുള്ള വികസന കാര്യങ്ങളിൽ ഉമ്മൻചാണ്ടിയോടൊപ്പം നിൽക്കാവുന്ന മറ്റൊരാളുണ്ടാവില്ല. വേണമെങ്കിൽ പറയാവുന്ന ഒരു പേര് 71 മുതൽ 77 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന മുഖ്യമന്ത്രി ശ്രീ അച്യുതമേനോനാണ്. ആ കാലഘട്ടമാണ് ഒരുപാട് കേരളത്തിന്റെ വികസനത്തിന് നേതൃത്വം നൽകിയ ഒരു സർക്കാരായിരുന്നു. കോൺഗ്രസ് പിന്തുണ നൽകിയ അച്യുതമേനോൻ സർക്കാരിന് CPI നമ്മുടെ കൂടെയാണ്. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. PV രാജേഷ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, സുധാകരൻ പ്ലാക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു. ഉമ്മൻചാണ്ടി പത്മരാജൻ സംയുക്ത അനുസ്മരണമാണ് പാലക്കാട്ട് സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പുള്ളിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രണ്ടാമത് ഉമ്മൻചാണ്ടി അനുസ്മരണം നടന്നു. ഇതോടൊപ്പം നിർധനരായ കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. DCC സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് രണ്ടാമത് ഉമ്മൻചാണ്ടി അനുസ്മരണം കുളപ്പുള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ചത്. ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിനു മുന്നിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ പരിപാടി DCC സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ അധ്യക്ഷത വഹിച്ചു. TK ബഷീർ, ശിവദാസ്, ഉണ്ണികൃഷ്ണൻ, അപ്പുകുട്ടൻ, ശശികുമാർ, രാമേന്ദ്രൻ, K കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പിൽക്കാലത്ത് കേരള സംസ്ഥാനത്തെ ജനങ്ങൾ, സമൂഹത്തെ ജനങ്ങൾ ഇന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹം രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ അദ്ദേഹം ജനകീയമായ രംഗത്തും ഒരു 5 പതിറ്റാണ്ട് കാലം ജനകീയനാവുക അല്ലെങ്കിൽ ജനപ്രതിനിധിയാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. 53 വർഷക്കാലത്തോളം MLA ആയി പ്രവർത്തിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിലെ മാത്രമല്ല ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെയും അദ്ദേഹം മുഴുവൻ സ്നേഹിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹം എല്ലാവരുടെയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ കാരുണ്യ സ്പർശമേൽപ്പിക്കുകയും ചെയ്ത ഒരു പ്രിയങ്കരനായ ഒരു നേതാവായിരുന്നു. അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി നിർധനായ കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യക്കിറ്റുകൾ നേതാക്കൾ വിതരണം ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുള്ളൂർക്കര പഞ്ചായത്തിലെ വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലും പാഞ്ഞാൾ പഞ്ചായത്തിലെ ഉതുവടിയിലും കാട്ടാന ഇറങ്ങി ജനങ്ങൾ ഭീതിയിലാണ്. ജനവാസ മേഖലയിൽ എത്തിയ കാട്ടാന ഒട്ടേറെ നാശനഷ്ടങ്ങൾ വരുത്തി. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെ കാട്ടാന ഉതുവടി ADS ഭവന് സമീപമാണ് എത്തിയത്. ജനവാസ മേഖലയിലെത്തിയ കാട്ടാന കൃഷിയിടങ്ങൾക്ക് നാശം വരുത്തി. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചതിനെ തുടർന്ന് മച്ചാട് ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. സ്ഥിതിഗതി വിലയിരുത്തി. സംസ്ഥാന ആയുഷ് പ്രഥമ കായകൽപ്പ അവാർഡിന് അർഹമായ ഒറ്റപ്പാലം സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ ജീവനക്കാരെ ആദരിച്ചു. നഗരസഭാ ഹാളിലായിരുന്നു ചടങ്ങ്. സംസ്ഥാനതലത്തിൽ ISM വകുപ്പ് സബ് ജില്ലാ ആശുപത്രികളിൽ 98.97% മാർക്ക് നേടിയാണ് ഒറ്റപ്പാലം സർക്കാർ ആയുർവേദ ആശുപത്രി 1ാം സ്ഥാനം നേടിയത്. 2024-2025 കാലഘട്ടത്തിലെ പ്രവർത്തന മികവിൻ്റെ നേർസാക്ഷ്യമാണ് പുരസ്കാരം. 5 ലക്ഷം രൂപ പുരസ്കാര തുകയായി ആശുപത്രിക്ക് ലഭിക്കും. രോഗം പകരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ, പ്രതിരോധ കുത്തിവയ്പ്പ് നടപടികൾ, കൃത്യമായ മാലിന്യ സംസ്കരണം തുടങ്ങി വിവിധ മാനദണ്ഡങ്ങൾ വിലയിരുത്തിയാണ് പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമം പുരസ്കാരത്തിന് വഴിതെളിച്ചതിനാണ് അനുമോദനം. K. പ്രേംകുമാർ MLA സർക്കാർ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലെ ജീവനക്കാർക്ക് ഉപഹാരം നൽകി. അത് ശുചിത്വവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ആ ആശുപത്രിയിൽ വരുന്ന രോഗി സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട്, ചികിത്സ തേടുന്ന രോഗികൾക്ക് അതിന് ശേഷം ലഭിക്കുന്ന മാനസികമായിട്ടുള്ള അവരുടെ സംതൃപ്തി ഉൾപ്പെടെ അവിടുത്തെ ജീവനക്കാരുടെ പെരുമാറ്റം എല്ലാ നിലയിലും ഒട്ടനേകം കാര്യങ്ങൾ പരിശോധിച്ച് ഏറ്റവും ഒടുവിൽ യഥാർത്ഥത്തിൽ ഒരു വലിയ മത്സരത്തിൽ പങ്കെടുത്താണ്. നമ്മുടെ ആശുപത്രി മാത്രമല്ലല്ലോ ഉള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു. MLA നൽകിയ ഉപഹാരവും
ചടങ്ങിൽ വിതരണം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുനീറ മുജീബ്, കെ അബ്ദുൽ നാസർ, ടി ലത, ഫൗസിയ ഹനീഫ, സെക്രട്ടറി AS പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുളപ്പുള്ളി ഏരിയ കൺവെൻഷൻ ചേർന്നു. ഷൊർണൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ശേഷമാണ് ഏരിയ കൺവെൻഷൻ ചേരുക. അപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങളും ആ സമ്മേളനം അംഗീകരിച്ച പ്രമേയങ്ങളും പിന്നീട് ചേർന്ന സംസ്ഥാന കമ്മിറ്റി എടുത്തിട്ടുള്ള തീരുമാനങ്ങളും അത് യൂണിറ്റ് കൺവെൻഷനിൽ വിശദീകരിക്കണം. അതാണ് ഒരു കാര്യം. രണ്ടാമത്തത്, നമ്മുടെ മെമ്പർഷിപ്പ് ജനുവരി മുതൽ ഡിസംബർ വരെയാണ്. സാധാരണയായി നമ്മൾ സമ്മേളനം കഴിഞ്ഞ ശേഷമാണ് മെമ്പർഷിപ്പ് ചേർക്കുക. ഓരോ കൊല്ലവും നേരത്തെയായി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് കാലം കൊണ്ട് കഴിഞ്ഞാൽ ഈ ജനുവരി ആയാൽ മെമ്പർഷിപ്പ് ചേർക്കാൻ തുടങ്ങാനാണ് സാധ്യത. കാരണം നേരത്തെ ചേർക്കണമെന്നുള്ള ആവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ കുറഞ്ഞ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് സമ്മേളനം കഴിഞ്ഞ മെമ്പർഷിപ്പ് ചേർക്കുക എന്നുള്ളതാണ്. KSSPU കുളപ്പുള്ളി ഏരിയ കൺവെൻഷനും പുതിയ അംഗങ്ങൾക്കുള്ള സ്വീകരണവും ഷൊർണൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ വെച്ച് സംഘടിപ്പിച്ചു. KK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ രക്ഷാധികാരി P വിശ്വനാഥൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം P ഗംഗാധരൻ, യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് TK ഭാസ്കരൻ മാസ്റ്റർ, ബ്ലോക്ക് സെക്രട്ടറി ES കൃഷ്ണൻ, K പരമേശ്വരൻ മാസ്റ്റർ, TV ജയരാജൻ, P ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ അംഗങ്ങളും ചടങ്ങിൽ സംസാരിച്ചു. PM സുരേഷ് സ്വാഗതവും P സോമസുന്ദരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ നഗരസഭ 4-ാം വാർഡിലെ കരിപ്പാംകുളവും കിണറും BJP പ്രവർത്തകർ വൃത്തിയാക്കി. 70ഓളം കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമായ കുളം ചണ്ടിയും മറ്റും നിറഞ്ഞ് ഉപയോഗശൂന്യമായ നിലയിലായിരുന്നു. കർക്കിടകവാവിന് നിരവധി പേർ ബലിതർപ്പണത്തിനെത്തുന്ന കുളം പരിസരം കാടുപിടിച്ച അവസ്ഥയിലായിരുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് കുളത്തിലെ ചണ്ടിയും മറ്റ് അവശിഷ്ടങ്ങളും നീക്കിയത്. കുളം പരിസരം വൃത്തിയാക്കുകയും ചെയ്തു. BJP കുളപ്പുള്ളി ഏരിയ ജനറൽ സെക്രട്ടറി റിനു റാം നേതൃത്വം നൽകി. ശുചീകരണ പ്രവർത്തനത്തിൽ RK രാമചന്ദ്രൻ, P മണികണ്ഠൻ, രഞ്ജിത്ത്, അജിൻ, അനൂപ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ നിലവിലെ 4-ാം വാർഡിൽ 10-70 കുടുംബങ്ങൾ തിങ്ങിപ്പറക്കുന്ന BJP സ്കൂൾ പരിസരത്തെ കരിപ്പാൻകുളവും കിണറും വൃത്തിയാക്കുകയുണ്ടായി. ഈ വരുന്ന വാവുബലിയോടനുബന്ധിച്ച് നിരവധി പേർ ബലിതർപ്പണം ചെയ്യുന്ന ഈ ഒരു കുളവും പരിസരവും വൃത്തിയാക്കുന്നതിന് പങ്കുവഹിച്ച BJP കുളപ്പുള്ളിയുടെ 4-ാം വാർഡിലെ പ്രവർത്തകരെ മുഴുവൻ പേരെയും എൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും നന്ദി അറിയിച്ചുകൊണ്ട് ന്യൂസ് സെന്റർ ഷൊർണൂർ. അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി AUP സ്കൂളിൽ BRCക്ക് ഒരു കത്ത് പരിപാടിയുടെ ഉദ്ഘാടനം ചെറുമുണ്ടശ്ശേരി പോസ്റ്റ്മാൻ നാരായണൻ നിർവഹിച്ചു. കുട്ടികളുടെ സർഗശേഷി വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒറ്റപ്പാലം BRC പദ്ധതി നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ പ്രധാനാധ്യാപിക K മഞ്ജു, വിദ്യാരംഗം കൺവീനർ T പ്രകാശ്, BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ P രജനി, K പ്രീത, N അച്യുതാനന്ദൻ, K സുലൈഖ, BP ഗീത എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം ബദിര വിദ്യാലയം മികവിൻ്റെ കേന്ദ്രമാകുന്നു. പദ്ധതി പൂർത്തീകരണം 22-ന് രാവിലെ 10 മണിക്ക് K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്. സ്കൂൾ കവാടത്തിന് ഒരു വശവും വാർലി പെയിന്റിംഗ് വരച്ച് ആകർഷകമാക്കി. സ്കൂൾ മതിലിൽ മഹത്വചനങ്ങൾ കുറിച്ചു. ഐ ലവ് മൈ സ്കൂൾ ബോർഡ് സ്ഥാപിക്കൽ, സ്കൂൾ ക്ലാസ് മുറികളുടെ അകവും പുറവും പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ സൃഷ്ടിക്കൽ, കമ്പ്യൂട്ടർ ലാബ് നവീകരണം, സ്പീച്ച് ലാബ് നിർമ്മാണം, ഓഡിയോളജി റൂം നിർമ്മാണം, ക്ലാസ് മുറികളിലെ ശ്രവണ പരിമിതിയുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിൽ ക്രമീകരിച്ച ക്ലാസ്, ഗ്രൂപ്പ് ഹിയറിംഗ് സിസ്റ്റം ഉപയോഗിച്ച് മോഡൽ ക്ലാസ് റൂം, ലൈബ്രറി നവീകരണം, സയൻസ് ലാബ്, സയൻസ് പാർക്ക് നിർമ്മാണം, കുട്ടികൾക്ക് കായിക പരിശീലനം നൽകുന്നതിന് ലോങ് ജമ്പ് പിറ്റ് നിർമ്മാണം, പാർക്ക് നിർമ്മാണം, തൊഴിൽ സാധ്യതയുമായി ബന്ധപ്പെടുത്തി ഫാഷൻ ഡിസൈനിംഗ് പരിശീലനത്തിന് തനിമ എന്ന പേരിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങി നിരവധി ഘടകങ്ങൾ ഉൾപ്പെടുത്തിയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. മലബാർ ഏരിയയിലെ ഏക ഗവൺമെൻറ് ബധിര വിദ്യാലയമാണിത്. സ്കൂൾ മികവിൻ്റെ കേന്ദ്രമാക്കുന്നതിനു വേണ്ടി 2024-25 അധ്യയന വർഷത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ അനുവദിച്ചു. സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യം കണക്കിലെടുത്ത് സാമൂഹികം, അക്കാദമികം, ഭൗതികം എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകി ജനകീയമായി അംഗീകാരം നേടി.
ശില്പശാലയടക്കം നടത്തിയാണ് പദ്ധതി തയ്യാറാക്കിയത്. പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിച്ച സന്തോഷത്തിലാണ് സ്കൂൾ അധികൃതർ. നമ്മുടെ ഒറ്റപ്പാലം ഡഫ് സ്കൂളിനെയും മികവിന്റെ കേന്ദ്രമാക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതി ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുകയും അത് എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് 22-ാം തീയതി രാവിലെ 10 മണിക്ക് ഉദ്ഘാടനത്തിന് സജ്ജമാവുകയും ചെയ്തിട്ടുള്ള സന്തോഷം അറിയിക്കുന്നതിനും കൂടി വേണ്ടിയാണ് ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ നടക്കുന്ന മാറ്റത്തോടും മുന്നേറ്റത്തോടുമൊപ്പം പ്രത്യേകമായ ശ്രദ്ധ വേണ്ടുന്ന സ്കൂളുകളെ, സ്പെഷ്യൽ സ്കൂളുകളെ നല്ല നിലയിൽ പരിഗണിക്കാനും അവയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും കൂടുതൽ കുട്ടികൾക്ക്, അധ്യാപകർക്ക്, PTA ഉൾപ്പെടെയുള്ളവർക്കൊക്കെ അഭിമാനിക്കാവുന്ന നിലയിൽ അതിന്റെ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അക്കാദമിക പ്രവർത്തനങ്ങൾക്ക്, അതായത് പഠന സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു സ്പീച്ച് ലാബും, ഒരു കമ്പ്യൂട്ടർ ലാബും, ഒരു ഓഡിയോളജി റൂമും, അതുപോലെ തന്നെ സയൻസ് പാർക്ക്, സയൻസ് ലാബ് എന്നിവയും വളരെ ഈ ഡിജിറ്റലൈസ് ചെയ്ത രീതിയിൽ തന്നെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കായിക വികസനത്തിന് ആവശ്യമായിട്ടുള്ള പാർക്കും ഒരു ലോങ് ജമ്പ് പിറ്റും നമുക്ക് ഈ ഫണ്ട് ഉപയോഗിച്ച് വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ചുവര്, സ്കൂളിന്റെ മതിലും കവാടവും ഒക്കെ മനോഹരമാക്കുന്നതിനും പഠന അനുഭവങ്ങളിലൂടെ കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ ആ അടിസ്ഥാനത്തിൽ ചുമരുകളിൽ ചിത്രം വരച്ച് മനോഹരമാക്കുവാനും ഇതിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കെ പ്രേംകുമാർ MLA, നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, നഗരസഭാ കൗൺസിലർ M മണികണ്ഠൻ, പ്രധാനാധ്യാപിക ML മിനികുമാരി, MPTA പ്രസിഡന്റ് KP ഷമീന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വച്ഛ് സർവേക്ഷൺ ദേശീയ ശുചിത്വ സർവേയിൽ ഷൊർണൂരിന് വൻ കുതിപ്പ്. 2024 3267 സ്ഥാനത്തായിരുന്ന ഷൊർണൂർ ഇത്തവണ 108-ാം റാങ്കിൽ. രാജ്യത്തെ നഗരങ്ങളുടെ ശുചിത്വ നിലവാരം നിശ്ചയിക്കുന്ന സർവേയിൽ ഷൊർണൂർ കേരളത്തിലെ 2ാമത്തെ വൃത്തിയുള്ള നഗരം. കൂട്ടായ പ്രവർത്തനത്തിലൂടെ കൈവരിക്കാനായ മുന്നേറ്റം അഭിമാനകരമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടറുടെ സ്ഥലം മാറ്റത്തിൽ വിശദീകരണവുമായി ആശുപത്രി അധികൃതർ. ഡോക്ടർ അഷ്റഫ് ഉസ്മാനെതിരായ നടപടി പരാതിയുടെ അടിസ്ഥാനത്തിൽ. ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ലെന്ന് അറിയിച്ച് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്റർ പൂട്ടിയിട്ടെന്ന് സൂപ്രണ്ട് ഡോക്ടർ രാധിക. നീതിപീഠം പോലും സംശയത്തിന്റെ നിഴലിലാകുന്ന ഇക്കാലത്ത് മാധ്യമപ്രവർത്തകർക്ക് നിർണായകമായ പങ്ക് വഹിക്കാനുണ്ടെന്ന് VK ശ്രീകണ്ഠൻ MP. സീനിയർ ജേർണലിസ്റ്റ് ഫോറം ദേശീയ സമ്മേളനത്തിന്റെ വിളംബര പരിപാടി പാലക്കാട്ട്. ദേശീയ സമ്മേളനം തിരുവനന്തപുരത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.